ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അത് കഴിഞ്ഞു ഇല്ല കർത്തൃത്വാദി ധർമ്മങ്ങൾ ആത്മധർമ്മങ്ങളല്ലെന്നും നേരെ മറിച്ച് അന്ധകരണധർമ്മങ്ങൾ മാത്രമാണെന്നും അന്വയ വ്യതിരേകങ്ങൾ കൊണ്ട് കാണിക്കുന്നു. കർത്തൃത്വാദി, കർത്തൃത്വം, ഭോക്തൃത്വം എന്നീ ധർമ്മങ്ങൾ ആത്മധർമ്മങ്ങളല്ല. ഈ ധർമ്മം എന്നുള്ളത് ശരിക്ക് ഒരു തരത്തിൽ ഈ തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും ഏതാ തള്ളേണ്ടതാണ്, കൊള്ളേണ്ടതല്ല. എങ്ങനെ? അന്വയ വ്യതിരേകേണ. ധർമ്മം പരമൊന്നുമല്ല. ഗീതയും പറയില്ലേ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതുകൊണ്ട് തള്ളേണ്ടതാണെന്നുള്ളത് കൊണ്ട് അത് നികഷ്ടമാവുന്നൊന്നുമില്ല. കാരണം അതിനു മുൻപ് നമ്മെ ഉയർത്തിയ തലങ്ങൾ അല്ലേ? 10ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിക്ക് 1ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ LKG UKG ഒന്നും തെറ്റാണെന്നൊന്നും പറഞ്ഞുകൂടാ. അതിൽ ഉറപ്പിച്ച് കാല് വെച്ചത് കൊണ്ടാണ് മുകളിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് അതൊന്നും മോശമാണെന്ന് കാണുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ തലങ്ങളിൽ അതൊക്കെ ശ്രേഷ്ഠതയാണ്. അതിന് മുന്നിലൊക്കെ നമ്മൾ നമിക്കുന്നു. പക്ഷെ അതിനൊപ്പം അതിനെ അതിക്രമിക്കുന്നു. അതിക്രമിക്കുക എന്നുള്ള വാക്കാണ് അവിടെ ശ്രേഷ്ഠം. അതുകൊണ്ട് കർത്തൃത്വം, ഭോക്തൃത്വം മുതലായവ ആത്മധർമ്മങ്ങളല്ല എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് അവതരിപ്പിക്കുന്നത്. രാഗേച്ഛാസുഖദുഃഖാദിബുദ്ധൗ സത്യാം പ്രവർത്തതേ സുഷുപ്തൗ നാസ്തി തന്നാശേ തസ്മാത് ബുദ്ധേസ്തു നാത്മനഃ. രാഗം, ഇച്ഛ, സുഖം, ദുഃഖം മുതലായവ ബുദ്ധി ഉള്ളപ്പോൾ മാത്രം പ്രവർത്തിക്കുന്നു. ബുദ്ധിവൃത്തികൾ അറ്റതായ സുഷുപ്തി അവസ്ഥയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് രാഗം, ഇച്ഛ, സുഖം, ദുഃഖം മുതലായവ ബുദ്ധിയുടേതാകുന്നു, ആത്മാവിൻ്റേതല്ല. ഇവിടെ ഒരു അവശ്യ സംശയം വരാം. ബുദ്ധി, ബോധം ബുദ്ധിയുടേതാണോ ആത്മാവിൻ്റെയാണോ? ബുദ്ധിയുടേതാണോ ബോധം, അതോ ആത്മാവിൻ്റെതാണോ? ആത്മാവിൻ്റെ സ്വഭാവമാണോ ബോധം, അതോ ബുദ്ധിയുടേതാണോ? ചോദ്യം വരാം. ഏതിൻ്റെയോ? ബോധം ബുദ്ധിയുടെ ആവില്ല. കാരണം ബുദ്ധിയും ജഡമാണ്, ബോധം ജഡമല്ല. വരാൻ പോകുന്നു. ഇത് ബ്രഹ്മസൂത്ര വിഷയമാണ്. ഇതിലൊരുപാട് ഭാഗങ്ങൾ ബ്രഹ്മസൂത്രത്തിനോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്നത്. ബ്രഹ്മസൂത്രത്തിൽ ഇതാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്, ഈ ബോധവും ബുദ്ധിയൊക്കെ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ളതാണ് ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതുവരെയുള്ളതല്ല. ഇതുവരെയുള്ളത് ഒരു സാമാന്യമായ തോതിൽ നമുക്കൊക്കെ അറിയാലോ അല്ലേ? ബുദ്ധിയുടെ താഴെയുള്ളതൊക്കെ ആത്മധർമ്മങ്ങളല്ലെന്ന്. എന്നാലും അത് എങ്ങനെ എന്ന് വിസ്തരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് യുക്തിയുക്തമായ ഭാഷയിൽ നമ്മെ മനസ്സിലാക്കി തരിക. എന്നാലും ഒരു ബോധതലത്തിൽ ഏത് നമുക്കറിയാം, ഏത് ബുദ്ധിക്ക് താഴെയുള്ളതൊക്കെ
ജഡമാണ്, ആത്മധർമ്മങ്ങളല്ലെന്ന് നമുക്കറിയാം. പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു സംശയം വരാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ കുറച്ച് പറയാൻ പോകുന്നുണ്ട്. രാഗം, ഇച്ഛ, സുഖം, ദുഃഖം. രാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഗം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ വിഷയാസക്തി എന്ന് പറയാം. സുഖാനുശായി രാഗം എന്നൊക്കെ പറയാം. സുഖം തരുന്ന വസ്തുക്കളുമായുള്ള ഇഴുകിച്ചേർച്ച, ഇത് തന്നെയാണ് പരമം എന്ന് വിചാരിക്കുന്ന സ്ഥിതി, അതിനെയാണ് രാഗം എന്ന് പറയുന്നത്. കാമം എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായതിനെ ലഭിക്കാനുള്ള അതിന് പറയുന്ന പേരാണ് ഇത്. അപ്രാപ്യമായതിനെ പ്രാപിക്കാൻ കഴിയാത്തതിനെ പ്രാപിക്കണം എന്നുള്ള ഒരു ഇച്ഛ, അതിൽ തന്നെ ആഗ്രഹം എന്നുള്ള തലത്തിൽ നിന്നും ഉയർന്നു ഏത്? കാമം. എങ്ങനെ? ഒരു റോസാപ്പൂവ് കണ്ടു, അത് ഭംഗിയുള്ളതാണെന്ന് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് ആ ചെടിയിൽ തന്നെ നിൽക്കുമ്പോൾ അതിനെ ആസ്വദിച്ചുകൂടെ? പക്ഷെ അടുത്ത നിമിഷം തോന്നി എന്ത്? അത് എൻ്റെ തലയിൽ ആയാൽ നന്നായിരുന്നു, കൊള്ളാമായിരുന്നു. അതാണ് ദോഷം വരുന്നത്. അതാണ് കാമം എന്ന് പറഞ്ഞത്. അല്ലാതെ അതിനെ കാണണ്ടെന്ന് പറഞ്ഞില്ല, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ ആ സൗന്ദര്യം, ആ ആസ്വാദനം അടുത്ത നിമിഷം ഏതിലേക്ക് മാറുന്നു? അത് എനിക്കായാൽ കൊള്ളാമായിരുന്നു. അപ്പൊ എന്തായി? എനിക്കായാൽ കൊള്ളാമായിരുന്നു എന്നുള്ള തോന്നലിൽ നിന്ന് അത് നേടാനുള്ള പരിശ്രമമായി. നേടാൻ കഴിഞ്ഞപ്പോൾ എന്തായി? പിന്നെ അതുമായുള്ള ഒരു ഇഴുകിച്ചേർച്ച, അതിന് പറയുന്ന പേരാണ് ആയ് അല്ലേ? തലയിലായപ്പോ എന്തായി? ആ റോസാപ്പൂ ഇപ്പൊ ചെടിയിലായ പോലെയല്ല, ഇപ്പൊ എന്താണ്? ഇപ്പൊ തന്റെ തലയിലാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഭംഗിയുള്ളതാണ് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഒരു സുഖത്തെ പ്രാപിച്ചു എന്നുള്ളൊരു തോന്നൽ, ഇഷ്ടവിഷയം പ്രാപ്തമായി. അപ്പൊ അതുമായുള്ള ഒരു ഇഴുകിച്ചേർച്ച, ഞാൻ അത് തന്നെയാണ്, ആ വിഷയവുമായിട്ടുള്ളൊരു താദാത്മ്യ ബുദ്ധി, ആ വിഷയം തന്നെയാണ് താൻ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ആ വിഷയം എന്നുള്ള തോന്നൽ. വ്യക്തമല്ലോ? അത് രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ എന്തുണ്ട്? ഇപ്പൊ ആ കാമ്യ വസ്തു താൻ ആണ്, അത് വേറെയാണെന്നല്ല, അത് തന്നെയാണ് തന്റെ സുഖം എന്നങ്ങോട്ട് തോന്നിപ്പോവുക. അതിനെ പറയുന്ന പേരാണ് രാഗം. പിന്നെയോ? അപ്പൊ ഇച്ഛ എന്ന് പറയുമ്പോൾ എന്ത് പറയണം? മുമ്പൊരിക്കൽ സുഖവിഷയമായി അനുഭവിച്ചതിനെ സുഖാസക്തി കൊണ്ട് അനുഭവിക്കാനുള്ള ആഗ്രഹത്തിന് പറയുന്ന പേരാണ് ഇച്ഛ. മുമ്പൊരിക്കൽ അനുഭവിച്ചതാണ്, വീണ്ടും അനുഭവിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം, അതിന് പറയുന്ന പേരാണ് ഇച്ഛ. ഇങ്ങനെ ഓരോ പദങ്ങളും ആചാര്യസ്വാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ ഈ പ്രകരണ ഗ്രന്ഥങ്ങളിൽ. തത്വബോധത്തെ ഇത്രയില്ലായിരുന്നു, ഇതങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോവുമായിരുന്നു. ആ തരത്തിൽ അത് മതി. ഇപ്പൊ ഒന്നും കൂടി മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്താ പറയുന്നത്? വിഷയാസക്തി, പിന്നെന്താണ്? സുഖമായി അനുഭവിച്ചതിനെ സുഖാസക്തി കൊണ്ട് വീണ്ടും അനുഭവിക്കാനുള്ള ആഗ്രഹം. സുഖം എന്ന് പറഞ്ഞാൽ എന്താ? അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. അനുകൂലമായ അനുഭവം സുഖം, പ്രതികൂലമായ അനുഭവം ദുഃഖം. അപ്പൊ അനുകൂലമായതിനെ അടുപ്പിക്കാനും പ്രതികൂലമായതിനെ അകറ്റാനുമുള്ള പ്രവണത ഇല്ലേ നമ്മളിലൊക്കെ ഉണ്ട്. അപ്പോ ഇത് ബുദ്ധി ഉള്ളപ്പോൾ, യാതൊന്നുള്ളപ്പോൾ അതുണ്ടോ, യാതൊന്നില്ലപ്പോൾ അതില്ലയോ എന്ന അന്വയ വ്യതിരേകണ നിയമങ്ങളുടെ ദൃഷ്ടിയിൽ ഈ കർത്തൃത്വാദി ധർമ്മങ്ങൾ കേവലം അന്ധക്കരണ ധർമ്മങ്ങളാണെന്ന് കാണാം. വ്യക്തമാണോ? ഉപരിയെത്തി, അല്ലാതെ ഉപരിയെത്താൻ വഴിയില്ല. വ്യക്തമാക്കുക നമ്മൾ ചെയ്യുന്നത്. ഇതെന്താണുള്ളത്? യാതൊന്നുള്ളപ്പോൾ അതുണ്ട്, യാതൊന്നുണ്ട്, യാതൊന്നില്ലാത്തപ്പോൾ അതില്ല. അതുകൊണ്ട് അന്വയ വ്യതിരേകേണ നിയമങ്ങളുടെ ദൃഷ്ടിയിൽ കർത്തൃത്വാദി ധർമ്മങ്ങൾ കേവലം അന്ധക്കരണ ധർമ്മങ്ങളാണെന്ന് കാണാം. ഇത് ആത്മധർമ്മങ്ങളല്ല. അതുകൊണ്ട് ആത്മാന്വേഷണം ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യണം? ഇത് എന്താണ്? ഇത് തൃണവൽഗണിക്കണം. അതിനുള്ള കരുത്ത് നൽകുന്നതാണ് ഈ സന്ദേശം. സുഖദുഃഖങ്ങളും മാനാപമാനങ്ങളും രാഗം, ഇച്ഛ ഇവയൊക്കെ എന്തിൻ്റെയാണ്? ഇതൊന്നും ആത്മധർമ്മങ്ങളല്ല.
കുറച്ചും കൂടി ഉയർന്ന തലമാണ്. ആദ്യം ബാഹ്യ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് ഇവ കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചിക്കുക, വാസനിക്കുക എന്നീ വിഷയങ്ങളിലേക്ക് പോകുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമല്ല ഇവിടെ. ഇവിടെ അന്ധക്കരണ വൃത്തിയാണ്. അതിൽ തന്നെ ഉയർന്ന തലമാണ് ബുദ്ധിവൃത്തിയാണ്. ബുദ്ധിവൃത്തിയാണ് ഇതൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നത്, നിയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും ബുദ്ധിവൃത്തികൾ സഹജങ്ങളാകയാൽ ജാഗ്രത അവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ബുദ്ധിവൃത്തികൾ എന്താണ്? സഹജങ്ങളാകയാൽ അവിടെ കർത്തൃത്വാദി വികാരങ്ങൾ ഉണ്ട്. കർത്തൃത്വാദി ആദി മുതലായവ ഉണ്ട്. ബുദ്ധിവൃത്തികൾ സമ്പൂർണ്ണം അസ്തമിച്ചിരിക്കുന്ന സുഷുപ്തിയിലാകട്ടെ കർത്തൃത്വാദി വികാരങ്ങൾ ഇല്ല. വളരെയധികം ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവും. ജാഗ്രത്തിലും സ്വപ്നത്തിലും ഉണ്ട് ഇന്ദ്രിയങ്ങളുടെ, ബാഹ്യേന്ദ്രിയങ്ങളതോ ജാഗ്രത്തിലുണ്ട്. അന്ധകരണവൃത്തികളോ സ്വപ്നത്തിലുമുണ്ട്. പക്ഷേ എന്തുണ്ട്? സുഷുപ്തിയിൽ ബുദ്ധിവൃത്തികളും ഇല്ല. ബുദ്ധിവൃത്തികൾ സമ്പൂർണ്ണം അസ്തമിച്ചിരിക്കുന്ന സുഷുപ്തിയിൽ. ആ വാക്ക് അടിവരട്ട് മനസ്സിലാക്കേണ്ടതാണ്. ബുദ്ധിവൃത്തികൾ സമ്പൂർണ്ണം അസ്തമിച്ചിരിക്കുന്ന സുഷുപ്തിയിൽ കർത്തൃത്വാദി വികാരങ്ങൾ ഇല്ല. ഉണ്ടോ? വെറുതെ നമ്മളെ സമ്മതിച്ചു കൊടുക്കണ്ട. നമ്മൾ വിചാരം ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. വിചാരേണ അന്യസാധന, വിചാരം കൂടാത്ത അന്യസാധനകളെ കൊണ്ടൊന്നും ലക്ഷ്യത്തിലെത്താൻ പോകുന്നില്ല. സാധകന് മുഖ്യം വേണ്ട യോഗ്യത ഏതാണ്? വിചാരമാണ്. ആ വിചാരത്തിന്റെ ദിശ ശരിയാക്കി തരാനേ ഈ ഗ്രന്ഥങ്ങളെ കൊണ്ടൊക്കെ കഴിയൂ. കർത്തൃത്വാദി വികാരങ്ങൾ ഇല്ല. അതുകൊണ്ട് ബുദ്ധിയുടെ ഭാവാഭാവങ്ങളെ ആസ്പദമാക്കിയാണ് കർത്തൃത്വാദി വികാരങ്ങളുടെ ഭാവാഭാവങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ബുദ്ധിയുടെ ഭാവാഭാവങ്ങളെ, ഭാവത്തെയും അഭാവത്തെയും ആസ്പദമാക്കിയാണ് കർത്തൃത്വാദി വികാരങ്ങളുടെ ഭാവാഭാവങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. മനസ്സിലായിക്കൂടെ? ബുദ്ധിയും ജഡമാണ്. അപ്പൊ പിന്നെ ആത്മാവിന്റെ സ്വഭാവം എന്താണ്? ആത്മാവിന്റെ സ്വഭാവമല്ല ഏത്? ബോധം. ബോധത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. ബുദ്ധിയുടേതാണ്. ആണോ? ഏത് സ്വഭാവം? ബുദ്ധിയുടെ സ്വഭാവം ഇപ്പൊ ഈ പറഞ്ഞു. ഏതൊക്കെയാ? രാഗം, ഇച്ഛ, അല്ലേ? ഇതൊക്കെ അതൊക്കെ ഏതെയാ? ബുദ്ധിയുടേതാണ്. ഇത് ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന, അല്ലേ? കുരുനന്ദന, ആ വ്യവസായാത്മികയായ ബുദ്ധിയെ അതാണ് നീ ആയിത്തീരേണ്ടത്, മറിച്ചു മറ്റതല്ല. ഏത്? വ്യവസ്ഥാപിതമല്ലാത്ത, ഏത്? പല മേഖലയിലേക്ക് അലഞ്ഞു തിരിയുന്ന അത് വേണ്ട. അവ്യവസായിയായ ബുദ്ധി വേണ്ട. അവ്യവസായിയായ ബുദ്ധി ആർക്കുണ്ടാവുക? കാമാത്മാന സ്വർഗപര കാമാത്മാക്കൾ, പലവിധ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവർ. പിന്നെയോ പരം സ്വർഗമാണെന്ന് വിചാരിക്കുന്നവർ. അവരെന്താവും? അവര് വേദമന്ത്രങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? ഇതൊക്കെ തന്നെ നേടാനുള്ളൂ എന്ന് മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ അർത്ഥവാദങ്ങളാണ് എന്ന് പറയുകയും ചെയ്യും. ഏത്? അതിന്റെ താല്പര്യ നിർണയത്തെ. പറഞ്ഞു മനസ്സിലായില്ലേ? അതിന്റെ താല്പര്യ നിർണയത്തെ കൊണ്ടുപോയിട്ട് അത് അർത്ഥവാദങ്ങളാണെന്ന് പറയുകയും വേദമന്ത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെ സാധിപ്പിക്കൽ മാത്രമാണെന്നവർ യാമീമാം പുഷ്പിതാം വാചം പ്രവദന്തി വിപശ്ചിതഃ വേദവാദരഥാ പാർത്ഥ ജ്ഞാന്യതസ്ഥീതി വാദിനഃ. കാമാത്മാന സ്വർഗപര, അല്ലേ? ഇങ്ങനെയല്ലേ? അവരെന്ത് ചെയ്യുന്നു? അനേകം ജന്മങ്ങളിലൂടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഫലങ്ങളില്ലാത്ത, ഫലരഹിതമായിരിക്കുന്ന പുഷ്പിതങ്ങളായ വാക്കുകൾ, പ്രയോജനമില്ല. ഈ മന്ത്രങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാല്ല. ഇവിടത്തെ എത്രയോ അധികം സുഖം നേടാമെന്നുള്ള ഒരു ചിന്ത, ആഗ്രഹങ്ങളുടെ ഒരു വലിയൊരു മേഖല കെട്ടിപ്പടുക്കുക.
ലക്ഷ്യബോധമില്ലാതായി പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് തന്നെയാണ് പരമപുരുഷാർത്ഥം എന്നൊക്കെ അവർ ധരിക്കുകയാണ്. ഏത്? സ്വർഗം. എന്നിട്ട് അതിനായിക്കൊണ്ട് പ്രയത്നിക്കുകയാണ്. അവരതിനെ ബാധിക്കാൻ തുടങ്ങി. വേദമന്ത്രങ്ങളെ കൊണ്ടൊക്കെ ഇത്രേ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ആ വാക്ക് അടിവരട്ട് ചിന്തിക്കേണ്ടതാണ് അവിടെ. ഈ വേദങ്ങളൊക്കെ ഉണ്ടല്ലോ, വേദമന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതിലാ? ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യാഭവം ആണ്. നിസ്ത്രൈഗുണ്യനാവൂ നീ. ഈ ഗുണാതീത ഈ മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതിലാ? അതൊക്കെ ഈ പ്രകൃതി ഗുണങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത്. പ്രകൃതി വശക്കാരാണ്. അപ്പൊ ആ മന്ത്രങ്ങളെ വേണ്ടെന്നാണോ പറഞ്ഞത്? അതാ നേരത്തെ പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യമുണ്ട്. എന്താണ്? അതൊക്കെ അതിൻ്റെതായ തലങ്ങളിൽ ആവശ്യമാണ്. പിന്നെന്ത് വേണം? അതിന്റെ താല്പര്യ നിർണയം ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യണം? നിസ്ത്രൈഗുണ്യനാവും, ഗുണാതീതനാവും. എങ്ങനെ? നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിര്യോഗ ക്ഷേമ ആത്മവാൻ. എത്ര മനോഹരായിട്ടാ പറയുന്നത്. ദ്വന്ദ്ങ്ങൾക്ക് ഉപരിയത്. സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, അല്ലേ? ത്യാഗം ഉണ്ടെങ്കിൽ ദേഷ്യം ഉണ്ടാവും, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ടാവും. ഇതാണ് ഭാഷ്യകാരൻ പറയുന്ന ദ്വന്ദ്ങ്ങൾ അവിടെ ഭാഷ്യത്തിൽ പറയുന്നത്. അല്ലാതെ തുല്യനിന്ദ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏനഗേനജിത് എന്നുള്ള ഗീതാവാക്യത്തെ അവിടെ ഉദ്ധരിക്കുന്നില്ല. അവിടെ പറയുന്ന ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നതിൽ 3 പറയുള്ളൂ. ഏതൊക്കെ പറയുന്നത്? സുഖം ദുഃഖം, ത്യാഗം ദ്വേഷം, ചൂട് തണുപ്പ്. ഇത്രയാ പറയുന്നത്. എത്ര സുഖമുണ്ടോ അത്രയും ദുഃഖമുണ്ടോ, ത്യാഗമുണ്ടോ ദേഷ്യമുണ്ടോ, ഇല്ലേ? അത് തടുക്കപ്പെടുന്ന സമയത്ത് ദേഷ്യം ഉണ്ടാവും, ക്രോധം ഉണ്ടാവും. ലഭിക്കുന്ന സമയത്ത് ഇനിയും ലഭിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും. ഒരിക്കലും തീരുന്നില്ല. അതുകൊണ്ട് അതിൽ കറങ്ങി ബാക്കിയുള്ളതൊക്കെ വെറുതെ പറയുന്നതാണ്. ലക്ഷ്യത്തെ അവര് മനുഷ്യജന്മ ലക്ഷ്യത്തെ അറിയാതെ, മഹിമയെ അറിയാതെ, ഇതൊക്കെ തന്നെയുള്ളൂ എങ്കിൽ മറ്റു ജീവികളും നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസം? ഇതൊക്കെ തന്നെയാണ് വേദമന്ത്രങ്ങളെ കൊണ്ട് നേടേണ്ടതെങ്കിൽ അപ്പൊ ചോദ്യം, പിന്നെ വേദമന്ത്രങ്ങൾ പിന്നെ എന്തിനുള്ളതാണ്? അപ്പൊ പറയാണ് അന്ധകരണ ശുദ്ധിക്കുള്ളതാണ്, ചിത്തശോധനയ്ക്കുള്ളതാണ്, ചിത്തമാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ ഉതകും. അങ്ങനെയുള്ള ഒരാൾക്കാർക്ക്, ലക്ഷ്യബോധമുള്ള ഒരാൾക്ക്, ഇല്ലാത്തവർക്കോ അതൊക്കെ തന്നെ നേടാനേ ഉതകൂ. എന്നിട്ട് അവർ പുഷ്പിതങ്ങളായ വാക്യങ്ങളെ കൊണ്ട് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കും. അല്ലാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? നമ്മൾ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി. പറഞ്ഞ മനസ്സിലായില്ല? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ജയിക്കാൻ വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ ജയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മനസ്സിലാവില്ല. അവർ കാമാത്മാക്കളാണ്, പരം സ്വർഗമാണെന്ന് വിചാരിക്കുന്നവരാണ്. അവർ ഭോഗൈശ്വര്യ ഗതിയും പ്രതി. ഭോഗൈശ്വര്യ ഗതി, ഭോഗവും ഐശ്വര്യവും. ഐശ്വര്യം അല്ലേ? ഭോഗവും ഐശ്വര്യമൊക്കെ വേണ്ടേ? അത് തന്നെയാണ് ആ മന്ത്രങ്ങളെ കൊണ്ട് അവർ ഏറ്റു വിളിക്കുന്നത്. ആ മന്ത്രങ്ങളെ ചൊല്ലി വിളിക്കുന്നത് എന്തിനാ? ഭോഗത്തിനായിക്കൊണ്ടും അതേപോലെ തന്നെ എന്തിനായിക്കൊണ്ട്? ഐശ്വര്യത്തിനായിക്കൊണ്ടും അവരത് വിനിയോഗിക്കുന്നു. അതൊക്കെ വന്നു ചേരില്ലേ? അത് വന്നു ചേരും. അത് വന്നു ചേർന്നിട്ട് വേണം. യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളത് മറന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? യോഗത്തെയും ക്ഷേമത്തെയും അവർ കാക്ഷിക്കുന്നു. യോഗക്ഷേമം കാക്ഷിക്കണം. യാവാനാർത്ഥ ഉദപാനെ അല്ലേ? എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് സർവ്വത തമ്പ്ലുതോതകെ. എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് എന്റെ കിണർ കൊണ്ടും എന്റെ കുളം കൊണ്ടും എന്ത് പ്രയോജനം? അത്രയേ ഉള്ളൂ ഈ പുസ്തകങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും എന്ന് ആരറിയുന്നു? മറ്റേ തലയിലേറ്റി നടക്കുക. എന്നിട്ട് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് നടക്കുക. ഇത് അർത്ഥവാദങ്ങളാണെന്ന് അവർ പറയും. പുഷ്പിതങ്ങളായ വാക്യങ്ങളെ പറയും. കേൾക്കാൻ നല്ല രസമുണ്ടാവും. എനിക്ക് അത് നേടി ഇത് നേടി, നീ അങ്ങനെ നേടാൻ ഇങ്ങനെ നേടാന്ന് പറയുമ്പോൾ നമ്മളും ആ വലയിൽ പെട്ടുപോകും, ഇല്ലേ? അതാണ് പുഷ്പിതങ്ങളായ വാക്യങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള പുഷ്പിതങ്ങൾ? ഫലരഹിതമായ പുഷ്പങ്ങൾ. എന്നിട്ട് അത് കാണുമ്പോൾ നമ്മൾ അതിൽ മയങ്ങിപ്പോകും. ഇതാ ഇപ്പൊ കിട്ടുന്നില്ല. ഇത് എന്തുകൊണ്ട് വേദങ്ങളിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു? വേദങ്ങളിൽ വേദമന്ത്രങ്ങളിൽ നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്ന് പറയുന്നത് പിന്നെ എന്തിനാ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാ? അത് മിഠായിയാണ്. ആ മിഠായി ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? നമ്മൾ അധികം പേരും, ബഹുഭൂരിപക്ഷം പേരും ഈ മിഠായി കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലേക്ക് വരില്ല. പൂവ് കാണാഞ്ഞാൽ ആകർഷിക്കില്ല. അതുകൊണ്ട് ആകർഷിക്കാൻ വേണ്ടിയാണ് ഏത്?
ഇത് ഏത് ഈ വേദമന്ത്രങ്ങള് ഈ ഇന്നത് ചെയ്താൽ ഇന്ന ഫലം കിട്ടുമെന്ന് പറയുന്ന അർത്ഥവാദങ്ങളാണ്. പറഞ്ഞു മനസ്സിലായില്ല? അത് കണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് ആകർഷിക്കും. എന്നിട്ട് എന്ത് വേണം? അതിന്റെ സാരം ഗ്രഹിച്ചാൽ, താല്പര്യ നിർണയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതും ഏറ്റും കൊണ്ട് നടക്കരുതേ. അവർ പറയും എന്ത്? സ്വർഗവരന്മാര്, കാമാത്മാക്കള്, അല്ലേ, ഭോഗൈശ്വര്യഗതിയും പ്രതി ഭോഗൈശ്വര്യങ്ങളാണ് നേടേണ്ടത് എന്ന് വിചാരിക്കുന്നവർ അവരെന്ത് ചെയ്യും? ഇത് അർത്ഥവാദങ്ങളാണെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. യോഗം ക്ഷേമവും ആണ് പരം എന്ന് വിചാരിക്കും. യോഗത്തെയും ക്ഷേമത്തെയും കുറിച്ച് നമ്മളെന്തെങ്കിലും ചിന്തിക്കണം. ലക്ഷ്യബോധത്തോടുകൂടി അന്വേഷിക്കുന്ന ഒരാൾക്ക് അത് വന്നു ചേരുന്നല്ലേ പറഞ്ഞത്? പിന്നെ അതിനെ ആവശ്യപ്പെടാനായിട്ട് ഈ വേദമന്ത്രങ്ങളെ ഉപയോഗിക്കണം. അത്രയും സമയം അത് അന്ധകരണത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ? ഇതാ ചോദ്യം. ആത്മാവിന്റെ സ്വഭാവം എന്താണെന്ന് വിസ്തരിക്കുക. പ്രകാശോർക്കസ്യതോയസ്യം ശൈത്യമാഗ്നേയദോഷ്ണദാം സ്വഭാവസച്ചിദാനന്ദം നിത്യനിർമ്മലദാത്മനഃ നിത്യനിർമ്മലദാത്മനഃ. നിർമ്മല യാതൊരു പ്രകാരത്തിൽ സൂര്യന് പ്രകാശവും ജലത്തിന് ശീതളിമയും അഗ്നിക്ക് ഔഷ്ണ്യവും സ്വഭാവമായിരിക്കുന്നുവോ അപ്രകാരം ആത്മാവിന്റെ സ്വഭാവം സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് നിത്യത്വം അല്ലെ? സത്ത് അല്ലെ? സത്തായിട്ടൊന്നുമില്ലെന്നാൽ സത്പ്രീതി ജനിക്കുമോ? സത്ത് ഉണ്ടായതുകൊണ്ടല്ലേ അത് നിത്യമായത്. സത്ത് പോയാൽ പിന്നെ നിത്യമല്ലല്ലോ, നിത്യാനിത്യായില്ലേ? അതുകൊണ്ട് നിത്യ സത്ത് എന്നുള്ളത് കൊണ്ട് ഇവിടെ നിത്യത്വം ആത്മാവിന്റെ സ്വഭാവമാണ്. മറ്റതൊക്കെ അനിത്യത്വം അല്ലേ? അല്ലേ? ബാക്കിയെല്ലാം അനിത്യമല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞ അന്ധകരണ വൃത്തികളൊക്കെ ഒന്നും നിത്യമല്ലല്ലോ. ആത്മാവിൻ്റെത്, ആത്മാവ് നിത്യനാണ്. അതുകൊണ്ട് അതിന്റെ സ്വഭാവം എന്തായിരിക്കും? നിത്യസ്വഭാവം. സത്ത് എന്നുള്ളത് കൊണ്ട് നിത്യത്വം, ചിത്ത് എന്നുള്ളത് കൊണ്ട് എന്താണ്? എന്താണ്? പ്രകാശം. ചിത്ത് എന്താ? സച്ചിദാനന്ദം. എന്താ? പ്രകാശല്ലേ? പ്രകാശം എന്നുള്ളതുകൊണ്ട് ആപേക്ഷികമായ പ്രകാശമല്ല അർത്ഥമാക്കിയത്. പ്രകാശം എന്നുള്ളതിന് അറിവ് എന്നർത്ഥമുണ്ട്. നിരപേക്ഷമായിരിക്കുന്ന അറിവിന് പറയുന്ന പേരാണ് ഏത്? പ്രകാശം. അത് മനസ്സിലാക്കണം. അപ്പൊ നിത്യത്തെ, നിത്യമായതിനെ അറിയുക എന്നുള്ള പ്രകാശം കൊണ്ട് എന്തുണ്ടാവുന്നു? ചിത്ത്, ആനന്ദം. ചിത്ത് ആനന്ദത്തിന് കാരണമാകുന്നു. എന്താ ആനന്ദം? നിർമ്മലത എന്ന് പറഞ്ഞു. നിർമ്മലത, മലരഹിതമായത്, യാതൊരു കളങ്കവും ഇല്ലാത്ത സ്ഥിതിവിശേഷത്തെ. ഇതാണ് ഏത്? ആത്മാവിന്റെ സ്വഭാവം. എന്താണ് ആത്മാവിന്റെ സ്വഭാവം എന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദം. എന്താണ് സത്ത് എന്ന് ചോദിച്ചാൽ അത് നിത്യത്വം. ചിത്ത് എന്താന്ന് ചോദിച്ചാൽ അത് പ്രകാശം, നിരപേക്ഷമായ അറിവ്, ആനന്ദം, അതിനെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട്. നിർമ്മലത, മലരഹിതമായത്, യാതൊരു കളങ്കവുമില്ലാത്തത്. അതാണ് എന്ത്? ആത്മാവിന്റെ സ്വഭാവം. നോക്കൂ, ഇതുവരെ പറഞ്ഞ ശബ്ദം, ഇതുവരെ പറഞ്ഞ സങ്കീർണതകളൊന്നും ഇവിടെ ഇല്ല. ഇത്ര ചുരുക്കം വാക്കുകളെ കൊണ്ട് പറഞ്ഞു. ശാസ്ത്രങ്ങൾ മുഴുവൻ ഇതുകൊണ്ടാണ്. ഏത്? മാറ്റാൻ വേണ്ടിയാണ്. ഇതല്ല 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 എന്ന് പറയാനാണ് ശാസ്ത്ര പ്രവൃത്തമായിരിക്കുന്നത്. ഇനിയോ ഇതാണെന്ന് പറയാൻ അധികം ഒന്നും വാക്കുകളില്ല. എത്ര എളുപ്പം നോക്കും. എന്താ അപ്പൊ ആത്മാവിന്റെ സ്വഭാവം? ഇത് ബുദ്ധിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവിടെ സച്ചിദാനന്ദം ആത്മാവിന്റെ സ്വഭാവമാകുന്നു. ഉറപ്പിച്ചില്ലേ? തർക്കമില്ലാത്ത വിഷയല്ലേ? അല്ലേ? ഗുണമല്ല കേട്ടോ, ഗുണമല്ല, സ്വഭാവമാണ്. സ്വഭാവം. ഗുണങ്ങളാണെങ്കിൽ ആത്മാവിനും അവയ്ക്കും, അതായത് ഗുണഗുണീഭാവം വന്നു ചേരും. ഇല്ലേ? എങ്ങനെ ഗുണഗുണീഭാവം വരിക? ആത്മാവ് നാശവത്തായ ഒരു ദ്രവ്യമാണ് എന്ന് വരും. അല്ലേ? വരില്ലേ? അതുകൊണ്ട് ആ പക്ഷം സ്വീകാര്യമല്ല, സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്?
ഗുണമല്ല. ഗുണാണെങ്കിൽ അതിനോട് സാമീപ്യം പ്രാപിക്കുന്ന ബുദ്ധി മുതലായവയ്ക്ക് അതിന്റെ ഗുണം വന്നു ചേരില്ലേ? വന്നു ചേരില്ലേ? ഇവിടെ അതൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതിന്റെ സ്വഭാവമാണ്. അഗ്നിയുടെ ഔഷ്ണ്യം പോലെ, വെള്ളത്തിന്റെ ശീതളിമ പോലെ അല്ലേ, അത് അതിന്റെ സ്വഭാവമാണ്. ഏതൊന്നില്ലെങ്കിൽ അതില്ലാതാവുമോ? ഏതൊന്നുണ്ടായാലാണോ അത് അതായി നിലകൊള്ളുന്നത്, അതാകുന്നു അന്വയ വ്യതിരേകേണ ഇതറിയേണ്ടതാകുന്നു. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപോഹം ആത്മാ. ആത്മാ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപോഹം. അപ്പൊ നിത്യമായതാണ് സത്ത് എന്ന് പറയുമ്പോ അനിത്യമായവയെ മാറ്റിയാലേ നിത്യമായത് അറിയാൻ പറ്റൂ. ആ അറിയുക എന്നുള്ളത്, ആ നിത്യമായതിനെ അറിയുക എന്നുള്ളതിനെയാണ് ഇവിടെ ചിത്ത് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കിയത്. ആ സത്യത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് സ്വാഭാവികമായി തീരുന്ന ആ കളങ്കരഹിതമായ അവസ്ഥയ്ക്കാണ് ഏത് പറയുന്നത്? ഏത്? നിർമ്മലതയ്ക്കാണ് പറയുന്നത്. ഏത്? ആനന്ദം. അപ്പൊ സച്ചിദാനന്ദ സ്വരൂപോഹം ആത്മാ. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ സച്ചിദാനന്ദ സ്വരൂപോഹം. അഹം സച്ചിദാനന്ദ സ്വരൂപം. എന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്. ഇതെപ്പോഴും വിചാരം ചെയ്യുക. ഞാൻ അതല്ല, ഞാൻ സച്ചിദാനന്ദനാണ്. എന്താ? ഇത് വിചാരം ചെയ്താൽ ആരായിത്തീരും? ഞാൻ അതായിത്തീരും. ഇപ്പൊ ഞാൻ എന്താ വിചാരം ചെയ്യണത്? ഞാൻ ഈ മജ്ജാസ്തി മാംസമലമൂത്രപാത്രമായ ഈ ദേഹമാണ്. ഇത് പ്രതിശരീരം ഭിന്നമാണ്, അഥവാ ഇത് പരിണാമമുള്ളതാണ്, ഇത് നിത്യമല്ല. ഇതല്ലേ? ഞാൻ വെളുത്തതാണ്, കറുത്തതാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ വലിയനാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ മറ്റേയാളാണ്. ഇങ്ങനെ ഇതൊക്കെ ഏതിലുള്ളതാണ്? ഇതിലുള്ളതാണ്. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. ഇതൊന്നുമല്ല സച്ചിദാനന്ദ സ്വരൂപോഹം. ഇതെങ്ങനെ വിചാരം ചെയ്യണം ആണെങ്കിൽ എന്ത് ചെയ്യും? നിത്യത്വം, നിർമ്മലത മുതലായ ആത്മാവിന്റെ സ്വഭാവമാണെങ്കിൽ ഞാൻ ദുഃഖിക്കുന്നു, സുഖിക്കുന്നു എന്നും മറ്റുമുള്ള ബോധം എങ്ങനെയുണ്ടായി? ഈ ശങ്കയെ നിവാരണം ചെയ്യുകയാണ് അടുത്ത മന്ത്രം കൊണ്ട്, അടുത്ത ശ്ലോകം കൊണ്ട്. പറഞ്ഞു മനസ്സിലായില്ല? നിത്യത്വം, നിർമ്മലത മുതലായവ ആരുടെ സ്വഭാവമാണ്? ആരുടെ? സംശയമില്ലല്ലോ, ആത്മാവിന്റെയാണ്. ആണെങ്കിൽ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ ആത്മാവാകുന്നല്ല, ഞാൻ തന്നെ ആത്മാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ? ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നാണല്ലോ. ഈ ബോധം എങ്ങനെയുണ്ടായി? ചോദ്യല്ലേ ഇത്? എന്റെ ശരീരം ദുഃഖിക്കുന്നു, എന്റെ ശരീരം സുഖിക്കുന്നു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നാണല്ലോ. സച്ചിദാനന്ദ സ്വരൂപോഹമാണ് ഞാനെങ്കിൽ, സച്ചിദാനന്ദ സ്വരൂപം അഹം ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ തെറ്റാണ്. സച്ചിദാനന്ദ സ്വരൂപോഹം ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, സച്ചിദാനന്ദ സ്വരൂപമാണ് ഞാൻ എന്ന് അറിഞ്ഞാൽ പിന്നെന്തായി? പിന്നെ അത് സ്വഭാവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സുഖിക്കാൻ പാടുണ്ടോ, ഞാൻ ദുഃഖിക്കാൻ പാടുണ്ടോ? ഈ അല്പങ്ങളായ ഈ പരിമിതികൾ ഞാൻ എന്തിനു വെച്ച് പുലർത്തുന്നു? അതുണ്ടല്ലോ, അതെന്തുകൊണ്ട്, എങ്ങനെയുണ്ടായി? ഈ ശങ്കയെ നിവാരണം ചെയ്യുന്നു. വ്യക്തമാണത് ചോദ്യം. അവിടെ പറയാം, ആത്മന സച്ചിദംശശ്ച ബുദ്ധിർവൃത്തിരിദ്വയം സംയോജ്യ ച വിവേകേന ജാനാമി പ്രവർത്തതേ ന ജാനാമി പ്രവർത്തതേ. വിവേകഃ ന ജാനാമി പ്രവർത്തതേ. ന അതിനോട് കൂടണം. ആത്മാവിന്റെ സത്ത്, ചിത്ത് എന്നീ അംശങ്ങൾ ആത്മന സച്ചിദംശശ്ച ബുദ്ധേർവൃത്തിരിതി ദ്വയം. ബുദ്ധിവൃത്തികൾ ഇവ രണ്ടും വിവേകമില്ലാതെ കൂട്ടിച്ചേർത്തതുകൊണ്ട് അവിവേകേന സംയോജിപ്പിക്കുക. എങ്ങനെ സംയോജിപ്പിച്ചു? അവിവേകേന. എന്നിട്ട് അതുകൊണ്ട്
എന്താ ഉള്ളത്? എന്താ ചെയ്യണത്? അങ്ങനെ കൂട്ടിച്ചേർത്താൽ എന്താവും? അവിവേകം കൊണ്ട് കൂട്ടിച്ചേർത്താൽ എന്തുണ്ടാവും? ഞാൻ എന്താ അറിയുന്നു? ഞാൻ അറിയുന്നു എന്ന് ബോധം ഉണ്ടാവും. ഇല്ലെങ്കിലോ ഇന്ന ജാനാണ്, ഇല്ലെങ്കിൽ അറിയില്ല. രണ്ടു വിധത്തിലാക്കാം, പഠനത്തിലില്ല. ഇന്ന എന്നുള്ളത് ഞാൻ അറിയുന്നില്ല എന്നുള്ളതാക്കി ചേർത്താൽ എന്തായി? കൂട്ടിച്ചേർക്കാതിരുന്നാൽ മതി. കൂട്ടിച്ചേർത്താൽ എന്തായി? ഞാൻ അറിയുന്നു. പറഞ്ഞ മനസ്സിലായില്ല? അന്വയ വ്യതിരേകമാണ്. ഇവിടെയൊക്കെ അന്വയ വ്യതിരേകമാണ് വേണ്ടത്. ഏതിനോട് കൂട്ടിച്ചേർത്തു? അവിവേകത്താൽ ബുദ്ധിവൃത്തികളെ ആത്മ സ്വഭാവത്തോട് കൂട്ടിച്ചേർക്ക കാരണം എന്തുണ്ടായിരുന്നു? ഞാൻ അറിയുന്നില്ല. ഏതെന്ന് അറിയുന്നില്ല? ആത്മസ്വഭാവം എന്തെന്നോ ബുദ്ധിവൃത്തികൾ എന്തെന്നോ എനിക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അറിവില്ലാത്ത തലത്തിൽ പറഞ്ഞുപോയി. എന്ത്? ഞാൻ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു. ആര് പറഞ്ഞു? അവിവേകികൾ. പറഞ്ഞ മനസ്സിലായില്ല? വിവേകമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? ന ജാനാമി. എന്ത്? ഞാൻ അറിയുന്നില്ല. ഏതിനറിയുന്നില്ല? സുഖവും ദുഃഖവും ഒന്നും അറിയുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ എങ്ങനെ അറിയും? ഞാൻ ആത്മാ. ആത്മ എങ്ങനെ അറിയും? ആത്മാവ് സുഖിക്കോ? ആത്മാവ് ദുഃഖിക്കോ? രാഗേച്ഛ ഭയ ക്രോധ ശീതോഷ്ണ ഇതൊന്നും എനിക്കില്ലല്ലോ. ഇതൊന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയാൽ പിന്നെന്താ വേണ്ടത്? ഇതേപ്പോ വിചാരം ചെയ്യാനുള്ളൂ. ഇത് വിചാരം ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു എന്താ വിചാരം ചെയ്യേണ്ടത്? സുഖവും ദുഃഖവും ഒക്കെ, മാനവും അപമാനവും നിന്ദയും സ്തുതിയും രാഗവും ദേഷവും ഒക്കെ ആരുടേതാണ്? ഇതൊന്നും എൻ്റെ സ്വഭാവമല്ല. എൻ്റെ സ്വഭാവം ഞാൻ കാണിച്ചു തന്നാൽ എന്തായി? അല്ലേ? എന്താ അറിയില്ല. എൻ്റെ സ്വഭാവം, എൻ്റെ തനി സ്വഭാവം എന്താണ്? ആ തനി സ്വഭാവത്തെ എപ്പോഴും ഓർമ്മിച്ചാൽ ക്രമികമായി എങ്കിലും നമ്മൾക്ക് എന്തുണ്ടാവും? കയറ്റം കിട്ടും, ഉയർച്ച ഉണ്ടാവും. അപ്പൊ ചോദ്യം, അങ്ങനെ വിചാരിച്ചാൽ മതിയോ? ഓ, വിചാരിച്ചാൽ മതി, സംശയമൊന്നുമില്ല. നമ്മളിപ്പോ അതിന് വിപരീതം വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയിത്തീർന്നത്, ഇല്ലേ? കുറച്ചു കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒന്നിനും കൊള്ളാത്തതാണെന്ന് വിചാരിച്ചാൽ ഇല്ലേ? കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നെ കൊണ്ട് എണീക്കാൻ കഴിയുന്നില്ല, എന്നെ കൊണ്ട് ഇപ്പൊ ഒന്ന് പോകാൻ കഴിയില്ല, എനിക്ക് ക്ഷീണമാണെന്ന് തോന്നുന്നു. ഒന്ന് വിചാരിച്ചു നോക്കൂ. ഒരു ക്ഷീണം ഇല്ലെങ്കിലും ക്ഷീണം ബാധിക്കില്ലേ? ക്ഷീണം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലാവും. അതന്നെയാണ് യദ്ഭാവം. യഥാദൃഷ്ടി തഥാസൃഷ്ടി, ഇതൊക്കെ പറഞ്ഞ ആ തലത്തിൽ. അതുകൊണ്ട് ബുദ്ധിവൃത്തികളെ ആത്മാവിൽ അധ്യാരോപണം ചെയ്യുന്നത് കൊണ്ടാണ് സംസാരം ഉണ്ടാകുന്നത്. എങ്ങനെയാ സംസാരം ഉണ്ടാവുന്നത്? ബുദ്ധിയുടെ വൃത്തികൾ ആത്മാവിൽ അധ്യാരോപണം ചെയ്യുന്നത് കൊണ്ട് ആണ് സംസാരം ഉണ്ടാകുന്നത്, കറക്കത്തിൽപ്പെട്ടു പോകുന്നത്. ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നുള്ള ചിന്തയുണ്ടാവുന്നു, അതിന് സംസാരം ഉണ്ടാവുന്നു. ഞാനിപ്പോ ദുഃഖിയാണ്, അവിടെ ഞാൻ സുഖം നേടും, ഇൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും എന്ന് നിരൂപിച്ച് ചിൽപുരുഷൻ ഗതി ഏതും അറിയാതെ മൂഢാത്മാക്കൾ അല്ലെ ഈ വട്ടം കറങ്ങലിൽ കിടന്ന് കഴിഞ്ഞുകൂടുകയാണ്. അത്രയും സമയം ഞാൻ ആത്മാവാണ്, ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സംസാരത്തിന്റെ കറക്കം നിൽക്കുമായിരുന്നു. അതുകൊണ്ട് കറക്കത്തിൽ പെട്ടിരിക്കുന്ന നമ്മൾക്കും എപ്പോഴും ചിന്ത എന്തായിരിക്കണം? സ്വരൂപം അല്ലേ, ആത്മാവാണ് എന്നുള്ള ചിന്ത വെച്ച് പുലർത്തിയാൽ ആ ആത്മാവിന്റെ സ്വഭാവം അല്ല ഇതൊന്നും, ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്, ഇതല്ല എനിക്ക് എത്തേണ്ടത്, എന്റെ ലക്ഷ്യം ഇതല്ല, ഇത് പ്രകൃതിവശകനായ ജീവന്റെ അവസ്ഥയാണ് എന്ന് വേർതിരിച്ചറിയുകയും അതിനെ കൂട്ടിവെക്കുന്നതിൽ പകരം മറിച്ച് എന്ത് വേണം? ഉള്ളിൽ വിചാരം ചെയ്യുന്നു, ഉള്ളിൽ മനനം ചെയ്യുന്നു. ഞാൻ ഇതൊന്നും അല്ല എന്റെ പണി. എന്നിട്ടോ ഏത് കറക്കത്തിൽ വേണമെങ്കിലും പെട്ടുപോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഏത് കറക്കത്തിൽ പെട്ടുപോയാലും ഒരു കുഴപ്പമില്ല. പിന്നെന്താ? ഇതിങ്ങനെ വിചാരം ചെയ്യണം. അതുകൊണ്ട് സ്വയം ജഡമായ ബുദ്ധിക്കും സ്വയം ചേതനമായ ആത്മാവിനും സംയോഗമുണ്ടാകാൻ തന്നെ തരമില്ല. ഉണ്ടാവോ? ലോകത്ത് സ്വയം ചേതനമായത് ഏതാ ഉള്ളത്? ഏതൊക്കെയാ പറയാൻ പറ്റും? ലോകത്ത്
സ്വയം ചേതനമായ വസ്തു ഏതാ? സ്വയം പ്രകാശിതമായ വസ്തു, സ്വയം പ്രകാശിക്കുന്ന മറ്റൊന്നിന്റെ ഇതില് അപേക്ഷയിലല്ലാതെ പ്രകാശിക്കുന്ന വസ്തു ഏതാ? സാധാരണ നമ്മളെ കുട്ടികളോട് ചോദിച്ചാൽ സൂര്യനെന്നൊക്കെ പറയൂലേ? അങ്ങനെയല്ലേ? അല്ല, ആലോചിച്ച് നോക്കൂ. അതെ, ആത്മാ, അല്ലാതെ ഒന്നുമില്ല. സ്വയം ചേതന വസ്തുവായിരിക്കുന്ന ഒന്നേ ഉള്ളൂ ലോകത്ത്. ഏത്? അത് ആത്മാ. അതുകൊണ്ട് ആ സ്വയം പ്രകാശമാനമായിരിക്കുന്ന മറ്റൊന്നിന്റെ അപേക്ഷയിലല്ലാതെ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രകാശ സ്വരൂപമായിരിക്കുന്ന അതുമായിട്ട് ബുദ്ധിവൃത്തികളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ള അവിവേകം നിമിത്തമാണ് നമുക്ക് സുഖവും ദുഃഖവും മാനവും അപമാനവും നിന്ദയും സ്തുതിയും രാഗദ്വേഷങ്ങളും ഉണ്ടാകുന്നത്. ഈ പരമാർത്ഥ തലത്തെക്കുറിച്ച് വേദത്തിന് അധികമൊന്നും പറയാനില്ല കേട്ടോ. അവിടെ തർക്കമില്ല. അതുവരെയുള്ള വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ തർക്കിക്കാം, അവിടെ ജയിക്കാം തോൽക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു തർക്കം ഉണ്ടാവില്ല. ഇവിടെ എന്താ തർക്കിക്കാനുള്ളത്? മറ്റു മേഖലയിലൊക്കെ അല്ലേ വേദാന്തികൾക്ക് പോലും സംശയങ്ങളുണ്ടായ വിഷയങ്ങളുണ്ട്, മറ്റു വിഷയങ്ങൾ. പക്ഷെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപനിഷത്തിനും ഉണ്ടത്. ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഉപനിഷത്തിന് ശബ്ദം ഉയരും. ഉപനിഷത്തിന് ആ ദാർഢ്യം ഉണ്ടാവും, ഉറപ്പുണ്ടാവും. അവിടെ സംശയലേശമില്ല അല്ലേ? അവിടെ ഉച്ചസ്ഥരം ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഏത്? ഞാൻ സച്ചിദാനന്ദൻ. അവിടെ സംശയമില്ല. അവിടെ വേറൊരാളെ അനുവദിക്കില്ല. അങ്ങനെ അല്ല എന്ന് പറയാൻ സമ്മതിക്കില്ല. അവിടെ എത്രയോ ശ്രുതികളാണ് പ്രവർത്തമായിരിക്കുന്നത്. അതുകൊണ്ട് ഇരുട്ടും വെളിച്ചവും പോലെ വിരുദ്ധ സ്വഭാവങ്ങളോട് കൂടിയതായതുകൊണ്ട് ബുദ്ധിവൃത്തി രൂപങ്ങളായ സുഖദുഃഖാദികൾ അവിവേകത്താൽ ആത്മാവിൽ ആരോപണം ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ അവ ആത്മാവിലുള്ളതല്ല എന്ന് നിത്യവും കുറച്ചു നേരമെങ്കിലും വിചാരം ചെയ്താൽ നമ്മൾ ആരായിത്തീരും? ഈ പഠിച്ചതിന് ഗുണം ചെയ്യും. ചൊവ്വാഴ്ച മാത്രമല്ല, എന്ന് കുറച്ച് സമയം അതിനായിക്കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു അത് ഏതിന്? ആത്മാനുസന്ധാനം. എന്താ ആത്മാനുസന്ധാനം? ആത്മസ്വഭാവത്തെ അനുസന്ധാനം ചെയ്യാൻ. ഞാൻ സച്ചിദാനന്ദമാണ് എന്ന് അനുസന്ധാനം ചെയ്യാൻ അതിന് ഉതകുന്ന എന്തോ ആവട്ടെ, അതിന്റെ പേരാണ് സാധന. സാധന എന്ന് പറഞ്ഞാൽ സാധിപ്പിക്കാനുള്ളതാണ്. ഏതാണ് സാധിപ്പിക്കാനുള്ളത്? സച്ചിദാനന്ദ സ്വരൂപോഹം എന്ന് സാധിപ്പിക്കാൻ ഉള്ള സാധകനെ ഉദ്ദേശിച്ച് ഉള്ള സാധനകളെ ചെയ്താൽ അയാൾ ആരായിത്തീരും? അയാൾക്ക് ഉയർച്ചയുള്ളൂ, താഴ്ചയില്ല. അതുകൊണ്ട് ഇവിടെ ഉപാസനകൾ ഇതിനായിക്കൊണ്ടാവട്ടെ. ആരുടെ അടുത്തിരിക്കലാവട്ടെ? ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് ആത്മാവിന്റെ അടുത്തിരിക്കല്. ആത്മാവിന്റെ അടുത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് സുഖമല്ല, ദുഃഖമല്ല, രാഗമല്ല, ദ്വേഷമല്ല, ചൂടല്ല, തണുപ്പല്ല, പിന്നെന്താ? സച്ചിദാനന്ദ സ്വരൂപോഹം. സത്ത് ചിത്ത് ആനന്ദം, അതിന്റെ അടുത്തിരിക്കുക. അല്ലേ? മുഖം വേർപ്പിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തോ ഒരു ദുഃഖത്തിൽ ഇതൊന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നാളെ എനിക്ക് അങ്ങനെ നേടായിരുന്നു ഇങ്ങനെ നേടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുള്ള ജപ ഉപാസനയല്ല. അതല്ല, അത് സച്ചിദാനന്ദ സ്വരൂപം അല്ല. പിന്നെന്താ? ആനന്ദത്തോടു കൂടി. ആർക്കാനോ വേണ്ടിയിട്ടല്ല കേട്ടോ. ഭോഗൈശ്വര്യഗതിയും പ്രതി ഭോഗൈശ്വര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ഇവിടെ പറഞ്ഞത്. ആ ഉപാസനയല്ല ഇവിടെ പറഞ്ഞത്. ആ ഉപാസന തന്നെ മതി. പക്ഷേ ഏത്? അന്ധകരണത്തിന്റെ നിർമ്മലമായ ഭാവത്തിൽ ഒന്നും നേടാനല്ല. എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷം പേരും അഥവാ വേദത്തിൽ പോലും ഇപ്രകാരമുള്ള വാക്യങ്ങളെ തിരികെ കയറ്റി? അപ്പോഴാണ് പറയുന്നത് അത് ഉണ്ടായാലേ ഇതുകൊണ്ട് നിങ്ങളെ സച്ചിദാനന്ദ സ്വരൂപം തീരുന്നൊന്നും പറഞ്ഞാൽ ആരും വരാൻ പോകുന്നില്ല. പിന്നെ എന്തേ വരാൻ പോകുള്ളൂ? വരണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഒന്നും കിട്ടാല്ല. അന്നെങ്കിൽ ഇവിടുത്തെ പോലെ തന്നെയാവും.
കിട്ടുന്നതിന്റെ പിന്നാലെ ആളുകൾ പോകും. ഇത് വേദത്തിന് അറിയാം. അതുകൊണ്ട് വേദം എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇന്ന കർമ്മം ചെയ്തോളൂ, ഇന്ന ഹോമം ചെയ്തു, ഇന്ന മന്ത്രങ്ങൾ ചൊല്ലി, ഇന്ന ഹവിസ് അർപ്പിച്ചോളൂ. ഇതെന്തായ നിങ്ങൾ ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും. അപ്പോഴേക്കും ഓടി അങ്ങ് ചെല്ലേ, പരസ്യം കണ്ടിട്ട് അതിന്റെ പിന്നാലെ. ഇതിനൊരു പരസ്യം ഇല്ലേ? ഇന്നത്തെ പത്രത്തിലില്ലേ അങ്ങനെ ഒരു പരസ്യത്തിന് വേണ്ടിയാണ് അത്ര ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് അല്ലേ? വായിച്ചില്ലേ അത്? അതുകൊണ്ട് അത് ഒരുവിധമൊക്കെ അങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, കഴിച്ച വേറെ ദോഷങ്ങളും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ മരുന്നിനെ പറ്റിയിട്ട് കുറച്ച് ദിവസമായിട്ട് പത്രത്തിൽ വരുന്നില്ലേ അതിനെ പറ്റിയിട്ട്? അത് വളരെ രസകരമായിട്ടാണ്. അപ്പോ അതിലൊക്കെ ഈ ഇതാ പറയുന്നത്, അതിൽ ആകർഷിക്കാൻ വേണ്ടിയുള്ള വാക്യങ്ങൾ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് കൊടുത്തത്? അങ്ങനെയെങ്കിലും വന്നിട്ട് ഈ ഒരു പദം പഠിക്കട്ടെ മനുഷ്യൻ, ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നൊന്ന് വിചാരം ചെയ്യാൻ അതിൽ എത്ര പേരുണ്ടാവും? അത്രേ ഉണ്ടാവും. കച്ചിൻ ധീര, ഏതോ ഒരു ധീരൻ. അല്ലാത്തവരൊക്കെ ഈ വേദവാദ രഥാ പാർത്ത ഞാനിയത് സ്ഥിതിവാദിന അല്ലേ? അത് കൂട്ടി വയ്ക്കാൻ വേണ്ടി അതിനായിക്കൊണ്ടേ വരുള്ളൂ. ഏത്? ഇനിയും കിട്ടണം, ഇനിയും കിട്ടണം, അത്ര സുഖം നേടണം, ഇത്ര സുഖം നേടണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ യോഗ ക്ഷേമത്തെ അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭോഗ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ഇതിനായിക്കൊണ്ട് ഓടി വരും. ഓടി വന്നിട്ട് അതിനായിക്കൊണ്ട് അങ്ങനെ നിൽക്കും. ഇവിടെ പറയുന്നത് ഇതാണ്. അപ്പൊ കുറച്ച് സമയം എന്തിനായിക്കൊണ്ടുള്ളത് ചെയ്യണം? ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എന്താണ് ആത്മാവിന്റെ സ്വഭാവം? ആ സ്വഭാവം ആയിരിക്കണം, സ്വഭാവം ആയിരിക്കണം. പറഞ്ഞു മനസ്സിലായാലും. അല്ലാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ലാതെ ഇരുന്നിട്ട് ആത്മാവ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അല്ലേ ആവാഹനം ചെയ്തിട്ട് ചെയ്യാനൊന്നും പറ്റുന്ന വിഷയമല്ല അത്. ദേവന്മാരുടെ ഐശ്വര്യത്തെ ആവാഹനം ചെയ്യാം അല്ലേ? ഇവിടെ ഐശ്വര്യമല്ല, ഭോഗങ്ങളെ അല്ലേ ആവാഹനം ചെയ്യാം. ഇതൊന്നും പറ്റില്ല. അത് ആവാഹനം ചെയ്യപ്പെട്ടാൽ അത് വിസർജിക്കുകയും വേണ്ടി വരും. ആവാഹനം ചെയ്താൽ വിസർജിക്കണ്ടേ? വേണ്ട. ആവാഹിച്ചാൽ പിന്നെ അത് ഒഴിവാക്കണ്ടേ? പിന്നെ ഒഴിവാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ അതും വല്ലാത്തല്ലേ? വിളിച്ചു വരുത്തിയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് ദോഷമല്ലേ? കൊടുത്തുകൊണ്ടിരുന്നാൽ പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടില്ലേ? പറഞ്ഞു മനസ്സിലായില്ല? അതുകൊണ്ട് അതിന് രണ്ടിനും അറിയണം. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഇതേ ഉള്ളൂ, ഈ വിചാരം. അതുകൊണ്ട് സുഖദുഃഖാദികൾ അവിവേകത്താൽ ആത്മാവിൽ ആരോപണം ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ അവ ആത്മാവിലുള്ളതല്ല. ആത്മമനസ്സംയോഗം യഥാർത്ഥമല്ലെന്ന് കാണിക്കുന്നതിലേക്കായി ആത്മമനസ്സുകളുടെ യഥാർത്ഥമായ നിലയെ വ്യക്തമാക്കുന്നു. അടുത്ത ശ്ലോകം. ആത്മമനസ്സംയോഗം. സംയോഗമുണ്ടോ? വിയോഗമുണ്ട്. വിയോഗം ഇല്ലാത്ത സംയോഗം ഇല്ല. ആത്മനോ വിക്രിയാ നാസ്തി ബുദ്ധേർബോധോ ന ജാത്വപി ജീവ സർവമലം ജ്ഞാത്വാ കർത്താ ദ്രഷ്ടേതി മുഹ്യതി. ആത്മാവിന് വികാരം, വിക്രിയ, വിശേഷണ ക്രിയ, വികാരം. മറ്റൊരു വിശേഷമൊന്നുമില്ല. ഉണ്ടോ ആത്മാവിന്? വികാരം, പരിണാമം ഇല്ല. വികാരം എന്നാൽ പരിണാമം, പരസ്പരം അല്ലെ? പര്യായങ്ങളാണ്. ഏത്? വികാരം, പരിണാമം, വിക്രിയ എന്നൊക്കെ പറഞ്ഞു അല്ലേ? വിശേഷണ ക്രിയ ഒന്നും ആർക്കില്ല? ആത്മാവിനില്ല. വിശേഷണ ക്രിയ ആർക്കുണ്ട്? നമുക്കുണ്ട്. നമ്മളിപ്പോ വിശേഷണ ക്രിയയിലാണ്. മനസ്സിലായില്ല? ഇതിന് വിശേഷതല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് സമയമല്ലേ നമ്മൾ ഒത്തുകൂടുന്നത്? വിശേഷതയല്ലേ? മറ്റേതോ വിശേഷമൊന്നുമല്ല, എന്നുള്ളതല്ല. എന്താ? അപ്പൊ കുറച്ച് സമയമെങ്കിലും ഒരു വിശേഷണ ക്രിയ. ഏതിന്? സന്തോഷമായിട്ട് അല്ലേ? ആത്മാവിന്റെ സ്വഭാവത്തിൽ അങ്ങനെ ശീലിച്ചാൽ എന്തുണ്ടാവും? അതും വർദ്ധിച്ച് വർദ്ധിച്ച് അത് വിശേഷമല്ലാതായിക്കോളും അല്ലേ? ഒട്ടുമില്ലാതിരിക്കുന്നതിൽ വേദല്ലേ വിശേഷം ഉണ്ടാവുന്നത് അല്ലേ? ആണ്. പിന്നെ പക്ഷെ എന്നാൽ അത് ആത്മാവിന്റെ സ്വഭാവമായിട്ട് ആരോപിക്കരുത്. എന്തുകൊണ്ട്? ആത്മാവിന് ഒരു വിശേഷതയും ഇല്ല, ഒരു വികാരവും ഇല്ല, അതായത് പരിണാമവും ഇല്ല. പരിണാമമുള്ളതിനെ എന്തുണ്ടാവുള്ളൂ? വിശേഷം ഉണ്ടാവുള്ളൂ. പിന്നെന്താ പറയുന്നത്? ബുദ്ധിക്ക് ബോധമാകട്ടെ ഒരിക്കലുമില്ല. ബുദ്ധിക്ക് ബോധമുണ്ടോ? ബുദ്ധിക്ക് ബോധമുണ്ടോ? അഭിപ്രായം. ഞാൻ ബോധവാനാണ്. ബുദ്ധിക്ക് ബോധമുണ്ടോ? ഞാൻ ബോധവാനാണ്.
ബുദ്ധിക്ക് ബോധമുണ്ടോ? എനിക്ക് ബോധമുണ്ട്. ബുദ്ധിക്ക് ബോധമുണ്ടോ? ഇല്ല, ബുദ്ധിക്ക് ബോധമില്ലാന്നേ. ജീവൻ തന്റെ സ്വഭാവം മുഴുവൻ മലിനമാണെന്ന് കരുതി ഞാൻ കർത്താവാകുന്നു ദ്രഷ്ടാവാകുന്നു എന്നിങ്ങനെ ഭ്രമിക്കുക ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ട് പരിണാമമില്ല. കാലദേശാദി അവസ്ഥകൾക്ക് അതീതവും നിത്യവും ഏകവും ആയ ആത്മവസ്തുവിന് ഉൽപ്പത്തി, സ്ഥിതി, നാശം മുതലായ പരിണാമധർമ്മങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാവുമോ? പരിണാമം എന്നത് പ്രകൃതിയുടെ ധർമ്മമല്ലേ? അല്ലാതെ ഒന്നും. പരിണാമം എന്നത് പ്രകൃതിയുടെ ധർമ്മമല്ലേ? ആയതുകൊണ്ട് അത് ആത്മധർമ്മമാകാൻ വഴിയുണ്ടോ? ചില സമയത്ത് ബോധം വരും, ചില സമയത്ത് ബോധം വരില്ല. ഇതൊക്കെ എങ്ങനെയാ ആരോപിക്കണത്? അതൊക്കെ ബുദ്ധിയുടെ വൃത്തിയുമായി കൂടിച്ചേർന്നുകൊണ്ട് ആത്മധർമ്മത്തെ പറയുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തില് ബുദ്ധിക്ക് ബോധമില്ല. എങ്ങനെ? ജ്ഞാനശക്തി എന്നാണ് ബോധം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഏതാണ് ബോധം? എന്താണ്? ജ്ഞാനശക്തി. ഇത് ചേതനാധർമ്മമാണ്. ചേതനാധർമ്മമാണ് ഏത്? ബോധം. ജഡമായ പ്രകൃതിയുടെ വികാരമായ ബുദ്ധിക്ക് അത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ബോധം ബുദ്ധിയുടെ ധർമ്മമല്ല. എന്താണ് പ്രമാണം? ജഡമായ ബുദ്ധിക്ക് ബോധം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത് പ്രകൃതിയുടെ ഭാഗമാണ് ബുദ്ധി. അതുകൊണ്ട് അതിന് ബോധം ഉണ്ടാവില്ല. എന്നാൽ ബോധം എന്നുള്ളതിനോട് കൂട്ടിച്ചേർത്ത് ബുദ്ധിവൃത്തികളെ ഞാൻ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവിവേകത്താൽ പറയുന്നതാണ്. അത് കൂടുതൽ പറയും. എന്തുകൊണ്ട്? കാരണം അത് അതിസൂക്ഷ്മമായ ആ സൂക്ഷ്മത എന്നുള്ള അതിന്റെ സമാനത കൊണ്ട് അല്ലേ? ആകാശവത് ആത്മാ എന്ന് പറഞ്ഞ പോലെ ആകാശത്തിന്റെ സൂക്ഷ്മമായ ഭാവത്തെയും സർവവ്യാപകമായ ആത്മഭാവത്തെയും വേർതിരിക്കാൻ അറിയാത്തത് കൊണ്ട്, സ്ഥൂല വസ്തുക്കളെ പോലെ വേർതിരിക്കാൻ എളുപ്പമല്ലാത്തത് കൊണ്ട്, അത് പ്രയാസകരമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അത് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് ആത്മധർമ്മമായിട്ടൊക്കെ പറയപ്പെടാറുണ്ട്. വാസ്തവത്തില് ബുദ്ധിക്ക് എന്തില്ല? ബോധമില്ല. അതുകൊണ്ട് ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം അറിയുകയും അറിയാതിരിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഫലം വിശദമാക്കുന്നു അടുത്ത ശ്ലോകം. ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം അത് വിസ്തരിക്കുകയാണ് അടുത്ത ശ്ലോകം. ഇത്രയും മനസ്സിലായാലേ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇത് വിചാരം ചെയ്യേണ്ടതാണ്. തെജു സർപ്പവദാത്മാനം ജീവം ജ്ഞാത്വാ ഭയം വഹേത് നാഹം ജീവപരാത്മേതി ജ്ഞാതസ്യ നിർഭയോ ഭവേത്. കയറിനെ പാമ്പ് എന്ന് ധരിക്കുന്നത് പോലെ ആത്മാവിനെ ജീവനെന്ന് കരുതുകയാൽ ആണ് ഭയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഭയം ഉണ്ടാവും. ഭയം ഉണ്ടാവുന്നത് ഈ ബുദ്ധിവൃത്തികളുടെ വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താദാത്മ്യ ബുദ്ധി ഉള്ളവരായതുകൊണ്ടാണ്. സ്ഥൂലമായതിലുള്ള താദാത്മ്യ ബുദ്ധി കൊണ്ട് ഉണ്ടാകുന്ന ഭയത്തിന്റെ അളവിൽ കുറച്ച് കുറവുണ്ടാവും. ഏത്? സൂക്ഷ്മമായതിലേക്കാവും. എന്നാലും ഭയം തീർത്തും നീങ്ങണമെങ്കിൽ എന്ത് വേണം? ജഡമായ എല്ലാ വൃത്തികളും തമ്മിൽ ആത്മാവുമായുള്ള കൂട്ടിച്ചേർക്കുക എന്നുള്ള അവിവേകം ഇല്ലാതാവണം. അവിവേകം ഇല്ലാതായ, വിവേകം എപ്പോഴുണ്ടായാൽ ഭയത്തിന് സ്ഥാനമില്ല. എന്താണ് വിവേകം? ആത്മാവിന് അല്ലേ ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നുള്ള പൂർണ്ണതയിൽ പിന്നെ ഞാൻ ജീവനല്ല, നേരെ മറിച്ച് ഞാൻ എന്താണ്? ആത്മാവാണ് എന്നിങ്ങനെ അറിഞ്ഞ് എങ്കിൽ ആ ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആരായിരിക്കും? നിർഭയരായിരിക്കീരാം. എന്താണ് നിർഭയത്വത്തിനുള്ള വഴി? എന്താണ് വഴി? ഒറ്റ വഴിയുള്ളൂ. ഏത്? എന്താണ്? ഞാൻ ജീവനല്ല, ശവോഹമല്ല, ശിവോഹമാണ്.
എന്നുള്ള പരമാർത്ഥം അറിഞ്ഞാൽ ആ ബോധം നമുക്ക് വീണ്ടെടുക്കാൻ. ഇപ്പൊ ബോധമില്ലേ? ഇപ്പൊ ബുദ്ധിതലത്തിലുള്ള ബോധമുണ്ട്, അറിവുണ്ട്. പക്ഷെ ബുദ്ധിതലത്തിലുള്ള ബോധമല്ല, ബുദ്ധി വേറെ, ബോധം വേറെ. പറഞ്ഞു മനസ്സിലായില്ലേ? ബുദ്ധിതലത്തിലുള്ള അറിവുണ്ടായപ്പോ തന്നെ വലിയൊരു ഭയം നമുക്ക് പോയി, അല്ലേ? അയാൾ തന്നെ ഇല്ലേ, സാമാന്യ ജനങ്ങളെ പോലെ അയാൾ ഭയപ്പെടുന്നൊന്നുമില്ല. ഉണ്ടോ? നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? കൊച്ചു കുട്ടികളെ പോലെ നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? പേടിയില്ല എന്നല്ലേ നമ്മൾ പറയണത്. അപ്പോ ഇപ്പൊ ഇവിടെ പറഞ്ഞെന്താ? ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധം, ബുദ്ധിതലത്തിലുള്ള ബോധം, ബുദ്ധിയെയും കൂടി ഉപേക്ഷിച്ചിട്ട് ആ ബോധം നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെന്തായി? പിന്നെ നമ്മൾ നിർഭയരായി തീരും. ഈ നിർഭയത എന്നുള്ളത് ഏതിലാണ്? ആത്മസാക്ഷാത്കാരത്തിൽ മാത്രമുള്ളതാണ്. അല്ലാത്തവരെന്തൊക്കെ പറഞ്ഞാലും ചെറിയൊരു ഭയത്തിന്റെ കണികയെങ്കിലും അവിടെ ഉണ്ട്. അപ്പൊ ചിലപ്പോ എന്താവും? കുറച്ച് കഴിഞ്ഞാൽ വലുതാവും. എപ്പോ? പരാധീനനാകുമ്പോ, പോവാൻ നേരത്തോ അല്ലെങ്കിൽ സ്വന്തം ഒന്നും കഴിയാതാവുമ്പോഴോ മുട്ടുകൊടുത്ത വാഴ കണക്കെ നമുക്ക് ധൈര്യമൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഉപാസന ചെയ്യുന്നതുകൊണ്ടുള്ള ധൈര്യം ഉണ്ടാവില്ലേ? ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, ഉണ്ടാവില്ലേ? സിനിമ ഹാളിൽ പോയിട്ട് ഒരു സിനിമയൊക്കെ കണ്ടു, സ്റ്റണ്ടൊക്കെ ഉള്ള പടം കണ്ടു കഴിഞ്ഞാൽ ചില കുട്ടികൾ കാണാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു അക്രമ സ്വഭാവം കാണിക്കും. കാരണം ചില അതിൽ കണ്ടതൊക്കെ ഇങ്ങോട്ട് ആവേശിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒരു 10 ആളോടൊക്കെ ഞാൻ സ്വയം അങ്ങോട്ട് അല്ലേ എതിർക്കും, ഞാൻ അങ്ങോട്ട് എതിരിടും എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. എത്ര നിമിഷം വരെ ഉണ്ടാവും? കുറച്ച് നേരം ഉണ്ടാവും, ഇത്രയൊക്കെ ഉണ്ടാവും. ഒരാവേശം, ആ ആവേശം അങ്ങോട്ട് കെട്ടിറങ്ങി. പിന്നെന്തായി? ഇത് ശരിക്കും ആ ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ബോധം വീണ്ടെടുക്കാൻ അവിടെ കുറച്ച് നേരം കഴിയും, അല്ലേ? ഉണ്ടാവില്ല, എന്നെ കൊണ്ട് അതിന് കഴിയൊന്നുമില്ല എന്നൊരു ചിലപ്പോൾ ബോധം വീണ്ടെടുക്കാൻ ചിലപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ടിവരും. വേണ്ടിവരില്ലേ? വേണ്ടിവരും. അതെ, ചിലപ്പോ വേറെ ആരുടെയും സഹായം വേണ്ടിവരും എന്ന് പറയാൻ കാരണം അതാ. ഏതായാലും എങ്കിൽ നിർഭയനായി തീരും എന്നുള്ളതിനെ നിർവചിക്കുകയാണ്. വേദാന്തത്തിൽ ഭയം എന്നത് സംസാരത്തിന്റെ പര്യായമാണ്. ഇതൊന്നും മറക്കരുത്. ഇപ്പൊ ഭയലേശമുണ്ടെങ്കിൽ സംസാരത്തിന്റെ അകത്ത് തന്നെയാന്ന് മനസ്സിലായിക്കൊള്ളു. മുഴുവൻ കിണർ ചാടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. എനിക്ക് ഭയമൊന്നുമില്ല കേട്ടോ എന്ന് എപ്പോ പറയുന്നു? ചിലപ്പോഴൊക്കെ ഞാനും പറയും. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഭയം വന്നില്ല എന്ന് വരില്ല. അപ്പൊ വരുന്നുണ്ടോ എങ്കിൽ ഉറപ്പാണ് എവിടെയാ? കിണർ മുഴുവൻ ചാടിയിട്ടില്ല. പിന്നെ എത്ര ചാടിയത്? പകുതി ചാടിയിട്ടുണ്ടാവുന്നേ, 3/4 ഭാഗം ചാടി ഉണ്ടാവും, 3/4 അരക്കാലും ചാടി ഉണ്ടാവും. പക്ഷെ എവിടെയാണ്? കുണ്ട് തന്നെയാണ്, കിണറ്റ് തന്നെയാണ്, പുറത്തേക്ക് ചാടിയില്ല. പുറത്തേക്ക് ചാടിയെങ്കിൽ പിന്നെ എന്തുണ്ടാവും? പിന്നെ ഭയം, നിർഭയനം. അവിടെ സംസാരത്തിന്റെ അകത്ത് തന്നെയാണ് നമ്മളൊക്കെ എന്ന് എപ്പോ മനസ്സിലാവും? അന്വയ വ്യതിരേകേണ മനസ്സിലാക്കണം. വേറെ ആരോടും പറയണ്ട, ഇത് ഉൾപ്പോകട്ടെ. വേറെ ആരോടും പറഞ്ഞിട്ട് നമ്മൾ അല്ലേ ഞാൻ ഭയമുള്ള ആളാണെന്നൊന്നും എനിക്ക് പേടിയാണെന്നൊന്നും പറയണ്ട. എന്നാലും അവൻ അറിയാലോ അല്ലേ, ഞാൻ സംസാരത്തിന്റെ ഉള്ളിലാണോ അതോ പുറത്താണോ എന്നൊക്കെ, ഞാൻ സംസാരിയാണോ അല്ല ഞാൻ സംസാരത്തിന് ഉപരിയാണോ, സംസാരം നിസ്സാരമാണെന്ന് അറിഞ്ഞിട്ടുണ്ടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല അല്ലേ. ജ്ഞാനിയാണ്, പക്ഷെ വിജ്ഞാനിയാണോ? നമ്മളൊക്കെ വിജ്ഞാനിയല്ലേ. വിജ്ഞാനിയാണോ എന്നുള്ളത് അവനവന് മാത്രമേ അറിയൂ, വേറെ ആരോടും പറയണ്ട. അതുകൊണ്ട് ആ ബോധം, ഞാൻ വിജ്ഞാനിയാണ് എന്നുള്ള ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആരാണ്? ഞാൻ നിർഭയനായി തീരും. അതുകൊണ്ട് സംസാരത്തിന്റെ പര്യായമാണ് എന്ത്? ഭയം എന്നത്. മരണഭയം, ദുഃഖഭയം, ഇവ രണ്ടും സംസാരത്തിന്റെ പ്രധാന ഘടകങ്ങളാണെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാം. ഏതൊക്കെ? മരണഭയവും ദുഃഖഭയവും. എങ്ങനെ ദുഃഖഭയം? അതിലെല്ലാം പെട്ടു. 2 ഭയമുള്ളൂ. ഒന്ന് മരണഭയം, പിന്നെന്താണുള്ളത്? ദുഃഖഭയം. എങ്ങനെ ദുഃഖഭയം? ദുഃഖമായത് വന്നു ചേരുമല്ലോ എന്നുള്ള ഭയം, വേണ്ടാത്തത് വന്നു ചേരുമല്ലോ എന്നുള്ള ഭയം അല്ലേ. എപ്പോഴും അതിലല്ലേ നമ്മൾ ഇരിക്കണത്. വരരുതേ ഭഗവാനെ. എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഉൾപ്പോകലുണ്ടാവും, എനിക്ക് നല്ലത് വരണേ, എനിക്ക് ദുഃഖം ഉണ്ടാവരുതേ. അതുകൊണ്ട് ദുഃഖം വന്നു ചേരരുത് എന്നുള്ള ആ ദുഃഖത്തിനെ ഭയക്കുക എന്നുള്ളതാണ് ദുഃഖഭയം. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ സുഖത്തിന് ആവശ്യപ്പെടുന്നില്ലേ?
ഇല്ലേ? ഇതൊക്കെ കേൾക്കുന്നത് പോലും ചിലപ്പോൾ നമുക്ക് എന്തിനായിരിക്കും? ജീവിതത്തിൽ ദുഃഖം വരാതിരിക്കാനാവും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയം ആരെയാന്ന് ചോദിച്ചാൽ രണ്ട് വ്യക്തികളെയാണ്. ഒന്നെന്താ? മരണത്തിനെയും മറ്റൊന്ന് ദുഃഖത്തിനെയും. ഈ രണ്ട് വ്യക്തികളെ ഭയന്നുകൊണ്ടാണ് ഓരോരുത്തരും ഓരോന്നും പ്രവർത്തിക്കുന്നത്. വേദാന്തത്തിലേക്കായാലും ശരി, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് ഭയം. ഒന്ന് ഇതാണ്, ഒന്ന് മരണഭയം. അപ്പോഴാണ് ഇപ്പൊ ശബരിമലയ്ക്ക് പോകുന്നത്. നാളെ ഒരാൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് പോണ വഴിക്ക് മരിച്ചു ഒപ്പമുള്ള ആള്. അതോടുകൂടി ഇയാൾക്ക് പേടിയായി. കാരണം വെച്ചാല് ശബരിമലയ്ക്ക് പോയി വരുന്നവരെങ്കിലും മരണം ഉണ്ടാവരാന്ന് വിചാരിച്ചിരിക്കുന്നു ഇയാള്. അപ്പോഴാ അത് പോകുമ്പോ തന്നെ അതാ മരിക്കും. എന്തൊരു കഷ്ടം. ശരിക്കും അതൊക്കെ എടുത്ത് പോയിട്ടും ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ അപ്പൊ അതിന് രക്ഷയില്ല എന്ന് മനസ്സിലായി. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ദുഃഖം വന്നു ചേരല്ലോ എന്നുള്ളതാണ്. ഒരു ദുഃഖം എനിക്ക് വരരുത്, ജീവിതത്തിൽ എനിക്ക് ദുഃഖം വരരുത്. ആ ദുഃഖത്തിനോടുള്ള ഒരു പേടിയേ. ബാക്കിയുള്ളവരൊന്നും എല്ലാവരും മുന്നിൽ ഞാൻ ധൈര്യം കാണിച്ചേക്കാം, പക്ഷെ ഒരു ദുഃഖം വന്നു ചേർന്നാണല്ലോ. ദുഃഖം വരരുതേ ഭഗവാനെ, പ്രാർത്ഥനയെ. അതുകൊണ്ട് ദുഃഖ ഭയം ഇവ രണ്ടും സംസാരത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. ഇനി അപ്രധാന ഘടകങ്ങൾ വേറെ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ ഭയത്തിന്റെ അടിസ്ഥാനം ഏതാണ്? നാനാത്വബോധമാണ്. നാനാത്വബോധത്തിലാണ് ഏതുണ്ടാവുന്നത്? മരണഭയവും ദുഃഖഭയവും ഉണ്ടാവുന്നത്. കാലദേശാദികളായ ഉപാധികളാൽ അപരിച്ഛിന്നവും നിത്യവും ഏകവും ആയ ആത്മാവാകുന്നു ഞാൻ എന്ന ബോധം കൊണ്ടേ ഭയം ഇല്ലാതാവുകയുള്ളൂ. നാനാത്വത്തിൽ ഏകത്വ ദർശനം കൊണ്ടേ ഭയം ഇല്ലാതാകൂ. ഏകത്വത്തെ നാനാത്വമാക്കിയതാണ് നമ്മളുടെ കുഴപ്പം. ഒന്നിനെ ആക്കിയതാണ് കുഴപ്പം. ഇനി എന്ത് വേണം? പലതില്ല തന്നെ. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. നാനാത്വത്തിലുള്ള ഏകത്വ ദർശനം കൊണ്ട് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ഭയം ഇല്ലാതാവുകയുള്ളൂ. പിന്നെ ആരെ എന്തിനെ എപ്പോ എങ്ങനെ ഭയക്കും? എന്നിൽ നിന്ന് അന്യമായി വേറെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? എല്ലാറ്റിനും അതാവണമെങ്കിലേ, ഒരാള് നമ്മളെ കൊല്ലാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ നിന്ദിക്കാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പ്രശംസിക്കാൻ വരികയാണെങ്കിൽ ഒക്കെ അത് അവിടുന്ന് തന്നെയല്ലേ. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? അവിടുന്ന് വിചാരിക്കാതെ അവിടുന്ന് എന്നുള്ളത് ഞാൻ തന്നെയാണെങ്കിലോ? അവിടുന്ന് എന്നുള്ളത് പുറത്തറിഞ്ഞു, പിന്നെ ആ അവിടുന്ന് എന്ന് പറഞ്ഞത് എന്നിൽ നിന്ന് അന്യമല്ലെങ്കിലോ? ഞാൻ തന്നെയല്ലേ എൻ്റെ നേർക്ക് വരുന്നത്. അപ്പോ ആരാണ് എൻ്റെ ദുഃഖത്തിന് ഉത്തരവാദി? ഞാൻ തന്നെയല്ലേ. പറഞ്ഞു മനസ്സിലായില്ല? എൻ്റെ സുഖത്തിന് ഉത്തരവാദി ഞാൻ തന്നെയല്ലേ. പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ കൊടുത്തത് എൻ്റെ അടുത്ത് എനിക്ക് വരും, കാരണം ഞാനല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ തന്നെയല്ലേ നീ ആയതും. പറഞ്ഞു മനസ്സിലായില്ല? അപ്പൊ ഞാൻ വിചാരിക്കാതെ നീ വരുവോ? ഇല്ലല്ലോ. കൊടുക്കാതെ സുഖം വരുമോ? കൊടുക്കാതെ ദുഃഖം വരുമോ? അവിടെ സുഖവും ദുഃഖവും ഞാൻ കൊടുത്തിട്ടില്ല, മാനവും അപമാനവും ഞാൻ കൊടുത്തിട്ടില്ല, നിന്ദയും സ്തുതി ഞാൻ കൊടുത്തിട്ടില്ല. ഞാനാണ്. പിന്നെ എന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ചെയ്യുന്നുണ്ടെങ്കിലോ ഞാൻ തന്നെ വിചാരിച്ചതല്ലേ, ഞാൻ തന്നെ കൊടുത്തത് തന്നെയല്ലേ. പിന്നെ എന്റെ നേരിക്കത് തിരിച്ചു വരാതിരിക്കുവോ? പിന്നെ ഞാൻ എന്തിനാ ഭയക്കണത്? അത് തിരിച്ചു വിടാൻ പറ്റുമോ വേറൊരു അമ്പ് കൊണ്ട്? ഒരു പ്രത്യസ്ത്രം അതിനുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ വഴി? ഞാൻ തൊടുത്ത് വിട്ടതാണെങ്കിൽ അതിന്റെ നേർക്ക് തന്നെ വരില്ലേ. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? അത് വരാതാക്കിയിട്ട് എന്നാ പ്രയോജനം? അനുദിച്ച് മന്ദോപി പ്രവർത്തത. പ്രയോജനമില്ലാത്ത കാര്യത്തിൽ പ്രയത്നിച്ച് സമയം കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? മനസ്സിലായില്ലേ? വരുന്നതൊക്കെ വരട്ടെ. മരണം വരും ഇനി എന്നു നിനച്ചിഹ മരൂപ സദം നാരായണ ജയ. കാണുന്നു ചിലർ പലതും ഉപായം, കാണുന്നില്ല മരിക്കും ഇതെന്നും കാണിലും ഒരു നൂറ്റാണ്ടിനകത്തെ. അല്ലേ? ഒന്നും ആവശ്യമില്ല. അതിന് ഞാനെന്തിനു ഭയപ്പെടണം? ഞാൻ ആത്മാ. കൊടുത്തോ വാങ്ങിയോ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. സച്ചിദാനന്ദ സ്വരൂപം. അതുകൊണ്ട് സമയം ബാക്കി ലാഭമാണ്. ഇപ്പോഴല്ല, ഇപ്പൊ സമയമായി. പറഞ്ഞില്ലേ? മറ്റോ അത് ചിന്തിച്ചിട്ട് ആ സമയം പോണത്. സുഖവും ദുഃഖവും മാനവും അപമാനവും അത് ഇനി വരാതിരിക്കാൻ എന്താ വഴി, ഇത് വരാനെന്താ വഴി എന്നൊക്കെ ആലോചിച്ച് സമയം കളയേണ്ട വല്ല പണിയുണ്ടോ? ഇത് മാത്രം ആലോചിച്ചാൽ പോരെ? ഈ ബോധം തെളിഞ്ഞാൽ പോരെ? ഈ ബോധം തെളിയാനുള്ള പ്രയത്നം ചെയ്താൽ പിന്നെ വരേണ്ടത് വരട്ടെ, പോണ്ടത് പോട്ടെ, കൊടുത്തത് വാങ്ങട്ടെ,
വാങ്ങിയത് കൊടുക്കട്ടെ, അതിന് ഞാൻ എന്തിനു വേവലാതിപ്പെടണം, അതിന് വെറുതെ ഞാൻ എന്തിനു പ്രയത്നിക്കണം, ഞാൻ സ്വരൂപോഹം ആത്മാവാണ്, ഞാൻ